ഹലോ, എല്ലാവർക്കും DIY വിത്ത് ആഷിലേക്ക് സ്വാഗതം. ആരെങ്കിലും ഇപ്പോൾ പുതിയതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മറക്കാണ്ട് റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തുള്ള കുഞ്ഞ് നോട്ടിഫിക്കേഷൻ ബെല്ല് വരും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. നമുക്ക് ആദ്യം തന്നെ ഒരു പിക്ചർ വേണം. ഞാനിവിടെ ഈജിപ്ഷ്യൻ ഡിസൈനാണ് പറഞ്ഞാൽ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഗൂഗിൾ നോക്കി വരച്ചുണ്ടാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രിൻ്റ് എടുത്തിട്ട് കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പറിലേക്ക് ട്രേസ് ചെയ്ത് വരച്ചെടുത്താലും മതി. അതല്ല, നന്നായി വരയ്ക്കാൻ കഴിവുള്ളവരാണെന്നുണ്ടെങ്കിൽ മനസ്സിൽ തോന്നുന്ന ഏത് പിക്ചർ വരച്ചിട്ട് നമുക്കിതുപോലെ കോഫി പെയിൻറ്റിങ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് കോഫി പൗഡറാണ്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് കോഫി പൗഡർ എടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. വെള്ളത്തിൻ്റെ അളവനുസരിച്ചിട്ടാണ് നമ്മുടെ ഈ പെയിൻറ്റിൻ്റെ കളറ് തീരുമാനിക്കുക. ഞാനിവിടെ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. ഒരു ലൈറ്റർ ഷെയ്ഡാണ് നമുക്കപ്പോൾ കിട്ടുക. നല്ല തിക്കായിട്ടാണ് ഈ മിക്സ് റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് മിക്സ് റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഡാർക്കർ ഷെയ്ഡ് നമുക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ കുറച്ച് വെള്ളം ഞാനിവിടെ എടുത്ത് വെക്കുകയാണ്. നമുക്ക് ആവശ്യാനുസരണം ഇതൊന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. ഇനി ഈ പിക്ചറിൽ ഓരോരോ ലൈനുകൾ കണ്ടില്ലേ, അതിലൊക്കെ ഞാൻ ഈ പെയിൻറ്റ് വെച്ചിട്ട് ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ആ ബ്രഷ് ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. മൂക്കൊക്കെ നമ്മൾ ഇതുപോലെ പെയിൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, പുറത്തേക്കല്ല ബ്ലെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത്, മൂക്കുമേക്ക് തന്നെ വേണം നമ്മൾ സൈഡിൽ നിന്ന് ഉള്ളിലേക്ക് വേണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. കോഫി പെയിൻറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എവിടെയെങ്കിലും ഇത്തിരി പെയിൻറ്റ് കൂടിപ്പോയി എന്ന് നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ബ്രഷ് ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് അതൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ടിഷ്യൂ വെച്ചിട്ട് ഒന്ന് ഒപ്പിയെടുത്താൽ നമുക്ക് എവിടെയാണ് പെയിൻറ്റ് കൂടിപ്പോയത് അതൊന്ന് നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് ഈസി ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഈ പിക്ചറിൽ എല്ലാ ലൈനുകളും നല്ല ഹൈലൈറ്റ് ചെയ്ത് കാണേണ്ട ലൈനുകളായതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡാർക്കായിട്ട് പെൻസിൽ കൊണ്ട് വരച്ചിരിക്കുന്നത്. അതല്ല, നിങ്ങളിപ്പോൾ എടുക്കുന്ന പിക്ചറിൻ്റെ ഇതുപോലുള്ള ഈ ഔട്ടർ ലൈനുകളില്ലേ, അതൊന്നും പുറത്തേക്ക് കാണാൻ പാടില്ലാത്ത പിക്ചറാണെന്നുണ്ടെങ്കിൽ നമ്മൾ വരച്ച് കൊടുക്കുമ്പോൾ പെൻസിൽ വെച്ചിട്ട് കുറച്ച് ലൈറ്റായിട്ട് വേണം വരച്ച് കൊടുക്കാനായിട്ട്. ഈ പിക്ചർ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഈ ഒരു ഷെയ്ഡ് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഈ മിക്സിലേക്ക് കുറച്ചുകൂടി കോഫി പൗഡർ ആഡ് ചെയ്തിട്ട് കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ളൊരു ഷെയ്ഡ് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുകയാണ്. നമ്മളുടെ ഈ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരുപാട് ലൈൻസ് ഉണ്ട്. അതിൽ ഒന്നിടവിട്ട ഓരോരോ സെക്ഷനിലേക്ക് ഞാനിതുപോലെ ഡാർക്കർ കളർ കൊടുക്കുകയാണ്.
ലാസ്റ്റായിട്ട് ഞാൻ കുറച്ചുകൂടി കോഫി പൗഡർ ആഡ് ചെയ്തിട്ട് നല്ല തിക്കായിട്ടുള്ളൊരു മിക്സ് റെഡിയാക്കിയിട്ടുണ്ട്. നല്ല ഡാർക്ക് ഷെയ്ഡാണ് കിട്ടുക. ഇനി എവിടെയൊക്കെയാണ് നമുക്ക് നല്ല ഡാർക്കായിട്ട് കിട്ടേണ്ടത് അവിടെ ഒരു കോട്ടിങ്ങും കൂടി ഞാൻ ഈ ഒരു മിക്സ് വെച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി ഞാൻ 3D ലൈനർ വെച്ചിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ പിക്ചറിന് നല്ലൊരു ടെക്സ്ചർ കിട്ടും, കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇത് നിർബന്ധമുള്ള കാര്യമല്ല, നമ്മുടെ അടുത്ത് 3D ലൈനർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ വരച്ചു കൊടുക്കാം. ഞാനിവിടെ ബ്ലാക്ക് കളർ 3D ലൈനറാണ് യൂസ് ചെയ്യണത്. ഗോൾഡൻ കളറും ഈ കോഫി പെയിൻറ്റിങ്ങിന് നല്ല ഭംഗിയുണ്ടാവും ചെയ്താൽ. കണ്ടില്ലേ, ഈ രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ലൈറ്റായിട്ടുള്ള കോഫി പെയിൻറ്റ് വെച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് കമ്മൽ വരച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആവശ്യമുള്ള ഭാഗങ്ങളിലൊക്കെ ഒന്ന് ഡീറ്റെയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് 3D ലൈനർ വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്